ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നോവലും ചെറുകഥയുമാണ് പറഞ്ഞേക്കുന്നത്. നോവൽ എന്താണെന്നും ചെറുകഥ എന്താണെന്നും ആദ്യത്തെ യൂണിറ്റിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് അത് എഴുതിയിട്ടുള്ള എഴുത്തുകാരെ പറ്റിയിട്ടും നമ്മൾ മലയാളത്തിൽ ഏതൊക്കെയാണ് പ്രസിദ്ധരായ നോവലിസ്റ്റുകൾ, ചെറുകഥ എഴുത്തുകാർ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോവലിൻ്റെ കാര്യമാണ് ആദ്യത്തെ യൂണിറ്റുകളിലൊക്കെ പറയുന്നത്. പിന്നെ ചെറുകഥ എന്ന് പറയുന്ന ഒരു ചെറിയ യൂണിറ്റാക്കി തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് പറയാം. മലയാള നോവലിൻ്റെ ആദ്യകാല നോവലുകൾ, അതാണ് ആദ്യത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിൽ എന്താണ് നോവൽ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസ് അറിയിക്കുക. അതല്ല മോശമായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കമൻസ് അറിയിക്കാവുന്നതാണ്. ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് നോവൽ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നോവൽ എന്ന വാക്ക് നൊവെല്ല എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്ന് നോവസ് എന്ന ലത്തീൻ വാക്കിൽ നിന്നുമാണ് ഉണ്ടായത്. ഇതിനർത്ഥം പുതിയത് എന്നാണ്. ഗദ്യത്തിലുള്ള രസകരമായ ഒരു ഇതിഹാസത്തിന് സമമാണ് നോവൽ എന്ന ഫീൽഡിംഗ് ഇതിനെ നിർവചിച്ചു. ഇതൊക്കെ നമ്മളുടെ ഈ ഒരു പാരയിൽ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പം നമുക്ക് ചെറിയൊരു നോട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് എന്താണ് ഈ നോവൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്ന് നോക്കാം. യൂറോപ്പിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ പുതിയ ജീവിത സാഹചര്യങ്ങളാണ് നോവൽ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. മിഷണറിമാരുടെ പ്രവർത്തനം, അച്ചടിശാലകൾ, വിദ്യാഭ്യാസ വ്യാപനം എന്നിവ മലയാള നോവലിൻ്റെ രൂപീകരണത്തിന് വലിയ പങ്ക് വഹിച്ചു. നമ്മുടെ ഇംഗ്ലണ്ടിൽ, അതായത് ഇംഗ്ലീഷ് നോവലുകളൊക്കെ ഉരുത്തിരിയാൻ കാരണമായത് അവിടെ ഉണ്ടായ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായാണ്. ഇപ്പം മലയാള നോവലിൻ്റെ രൂപീകരണത്തിന് കാരണമായതാണ് എന്താണ് പറയുന്നത്, അച്ചടിശാലകളും വിദ്യാഭ്യാസ വ്യാപനവും ഒക്കെ കൊണ്ടിട്ടാണ് മലയാള ഭാഷയിലെ നോവല് ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് പറയുന്നത്. ഇനി നോവലും ചെറുകഥയും പ്രധാന വ്യത്യാസങ്ങൾ ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നോവലിൻ്റെയും ചെറുകഥയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകങ്ങൾ, ഒന്നാമതായി ജീവിതത്തിൻ്റെ വ്യാപ്തിയാണ്. നോവൽ മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രതയെയും അഖണ്ഡതയെയും ലക്ഷ്യം വെക്കുന്നു. എന്നാൽ ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തെയോ ഭാവത്തെയോ ആണ് ചെറുകഥ എന്ത് ചെയ്യുന്നത്, ആവിഷ്കരിക്കുന്നത്. ഇനി നോവലിൽ അടുത്തൊരു വ്യത്യാസമാണ് രചനാ സൗകര്യം. അതായത് നോവലിൽ കഥാപാത്രങ്ങളുടെ വികാസത്തിനും സംഭവങ്ങൾ വിവരിക്കാനും എഴുത്തുകാരന് ധാരാളം സമയവും സൗകര്യവും ലഭിക്കുന്നു. എന്നാൽ ചെറുകഥയിൽ ഈ ഒരു സ്വാതന്ത്ര്യം കുറവാണ്. അത് കൂടുതൽ ഒതുക്കമുള്ളതാകണം. ഈ കഥാപാത്രങ്ങൾ, നോവലിൽ കഥാപാത്രങ്ങളുമായി വായനക്കാരന് ദീർഘകാലത്തെ സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നു. ചെറുകഥയിൽ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേക വശത്തിന് മാത്രമാണ് ഊന്നൽ നൽകുന്നത്. നോവലും ചെറുകഥയും എന്ന ഭാഗത്ത് ചെറിയൊരു എന്താണ് പറയണ്ടേ, ഒരു വ്യത്യാസമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനകത്ത് എഴുതിയിട്ടുള്ള എഴുത്തുകാരെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൻ്റെ ഘട്ടവിഭജനം, അതായത് പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രഥമ ഘട്ടം എന്ന് പറയുന്നത് 1864 മുതൽ 1940 വരെയാണ്. ഇനി ദ്വിതീയ ഘട്ടം എന്ന് പറയുന്നത് 1940 മുതൽ 1963 വരെ. തൃതീയ ഘട്ടം എന്ന് പറയുന്നതോ 1963 മുതൽ 1990 വരെയാണ് തൃതീയ ഘട്ടം. ഇനി ആദ്യകാല മലയാള നോവലുകൾ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാഠഭാഗത്ത് കൊടുത്ത് പരാമർശിക്കുന്ന ചില നോവലുകളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നോവലുകൾ: ഘാതകവധം 1877 ഇത് രചിച്ചിട്ടുള്ളത്. രചയിതാവ് മിസ്സിസ് കോളിസ് ആണ്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട മലയാള പശ്ചാത്തലമുള്ള ആദ്യ നോവലാണ് ഘാതകവധം. രണ്ടാമത്തത് പുല്ലേലി കുഞ്ചു, 1882 ഇത് രചിച്ചിരിക്കുന്നത്. ആർച്ച് ഡീക്കൻ കോശിയാണ് ഇതിൻ്റെ രചയിതാവ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാമൂഹിക പ്രമേയമുള്ള ആദ്യകാല കൃതിയാണ്. അടുത്തതാണ് കുന്തലത, 1887 അത് എഴുതിയിട്ടുള്ളത്. അപ്പു നെടുങ്ങാടിയാണ് രചയിതാവ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ആദ്യത്തെ പരിപൂർണ നോവലായി കരുതപ്പെടുന്നു. ആദ്യത്തെ ഘാതകവധം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട മലയാള പശ്ചാത്തലമുള്ള നോവലായിരുന്നു. പക്ഷേ ആദ്യത്തെ മലയാള പരിപൂർണ നോവൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? കുന്തലതയാണ്. ഇന്ദുലേഖയാണ് അടുത്തത് പറയുന്നത്. 1889 ഒ ചന്തുമേനോനാണ് രചയിതാവ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നാണ് അറിയപ്പെടുന്നത്. സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമിട്ടാണ് അത് രചിച്ചിരിക്കുന്നത്. അടുത്ത് പറയുന്നത് ഏതാണ്? മാർത്താണ്ഡവർമ്മ, 1891 അത് എഴുതിയിട്ടുള്ളത്. CV രാമൻപിള്ളയാണ് രചയിതാവ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിലെ പ്രശസ്തമായ ആദ്യ ചരിത്ര നോവലാണ് ഏത്? മാർത്താണ്ഡവർമ്മ. ഇനി നമുക്ക് ഇതിനകത്ത് കുറിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് ഞാൻ ഈ പറഞ്ഞ നോവലുകളെക്കുറിച്ചും രചയിതാവിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആ നോവലിൻ്റെ ഗുണവിശേഷങ്ങളെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പോയിൻറ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. CV രാമൻപിള്ള, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ ചരിത്ര നോവലുകളിലൂടെ മലയാള നോവൽ സാഹിത്യത്തെ ഉന്നതിയിലെത്തിച്ചു. ഇനി കുറച്ച് സാമൂഹിക നോവലുകളെക്കുറിച്ച് നമുക്ക് പറയാം. ഇന്ദുലേഖയ്ക്ക് ശേഷം സാമൂഹിക അനാചാരങ്ങളെ വിമർശിക്കുന്ന സരസ്വതി വിജയം, പോത്തേരി കുഞ്ഞമ്പുവാണ് എഴുതിയിരിക്കുന്നത്. അഫാൻ്റെ മകൾ, മുത്തിരിങ്ങോട്ട് ഭവത്താത്രൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ കൃതികൾ ശ്രദ്ധേയമായി. ഏതൊക്കെയാണ് ഇന്ദുലേഖയ്ക്ക് ശേഷം സാമൂഹിക നോവലുകളായിട്ട് ഇറങ്ങിയിട്ടുള്ളത്? ഏതൊക്കെയാണ്? സാമൂഹിക അനാചാരങ്ങളെ വിമർശിക്കുന്ന സരസ്വതി വിജയം, അഫാൻ്റെ മകൾ. ഓക്കെ. ഇനി കുറ്റാന്വേഷണ നോവലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് അപസർപ്പക നോവലായി ഭാസ്കര മേനോൻ എഴുതിയത് അപ്പൻ തമ്പുരാൻ, 1904. ഏതാണ്? ഭാസ്കര മേനോൻ എന്ന നോവലാണ് ഡിറ്റക്റ്റീവ് നോവലായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൻ തമ്പുരാനാണ് എഴുതിയിരിക്കുന്നത്. 1904 കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കുറച്ചുകൂടെ ഉള്ള ഒരു വലിയ നോട്ട് നമുക്കത് നോക്കാം. ഘാതകവധത്തിനെ കുറിച്ച് പറയാം. ഘാതകവധം എന്ന് പറയുന്നത് മിസ്സസ് കോളിൻസ് രചിച്ച ഈ കൃതി ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടതാണെങ്കിലും മലയാള പശ്ചാത്തലമുള്ള ആദ്യ നോവലായിട്ട് കരുതപ്പെടുന്ന ഒരു കൃതിയാണ്. ഇതിലെ പ്രധാന കഥാപാത്രം പുലയൻ പൗലോസ് ആണ്. ഇനി പുല്ലേലി കുഞ്ചുവിനെ വെച്ച് പറയുകയാണെങ്കിൽ ആർച്ച് ഡീക്കൻ കോശി രചിച്ച ഈ കൃതി അക്കാലത്തെ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ്. കുന്തലത അപ്പു നെടുങ്ങാടി രചിച്ച ഈ കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര നോവൽ. ഇതിൻ്റെ കഥ നടക്കുന്നത് കലിംഗ രാജ്യത്താണ്. ഷേക്സ്പിയറുടെ സിംബലിയൻ എന്ന നാടകത്തിലെ ഇതിവൃത്തമാണ് ഇതിന് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ദുലേഖയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒ ചന്തുമേനോൻ രചിച്ച ഈ നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. നായർ സമുദായത്തിലെ അനാചാരങ്ങളെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെയും ഈ കൃതി വരച്ചുകാട്ടി. ഇനി മാർത്താണ്ഡവർമ്മ, CV രാമൻപിള്ള രചിച്ച ഈ കൃതി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ്. തിരുവിതാംകൂർ ചരിത്രമാണ് ഇതിലെ പ്രമേയം. അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച്, അതായത് നോവലിൻ്റെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ ഏത് കാലഘട്ടമാണ്, ആരുടെ കാലഘട്ടമാണെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് പറയാം. അതായത് ഒന്നാം ഘട്ടം 1864, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഥമ ഘട്ടമെന്ന്. 1864, 1940 അത് തുടക്കകാലമാണ് നോവലിൻ്റെ. അത് ചന്തുമേനോൻ്റെയും CV രാമൻപിള്ളയുടെയും കാലഘട്ടമാണ്. സാമൂഹിക പരിഷ്കരണവും ചരിത്രവും പ്രധാന പ്രമേയങ്ങളായിരുന്നു. ഇനി നമ്മൾ ദ്വിതീയ ഘട്ടം പറഞ്ഞു. 1940, 1963
റിയലിസത്തിൻ്റെ കാലമാണ്. സാധാരണക്കാരുടെ ജീവിതവും ദാരിദ്ര്യവും പ്രമേയമായി ബഷീർ, തകഴി, കേശവദേവ്, ഉറൂബ് തുടങ്ങിയവർ ഈ കാലഘട്ടത്തിലെ പ്രമുഖരാണ്. മൂന്നാം ഘട്ടം, തൃതീയ ഘട്ടം 1963 1990. അത് ആധുനികതയുടെ, അതായത് മോഡേണിസത്തിൻ്റെ കാലമാണ്. മനുഷ്യൻ്റെ അസ്തിത്വ ദുഃഖങ്ങളും ഏകാഗതയും പ്രമേയമായി. OV വിജയൻ, M മുകുന്ദൻ തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകി. ഇനി നമ്മൾ സരസ്വതി വിജയവും അഫാൻ്റെ മകളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. സരസ്വതി വിജയം പോത്തേരി കുഞ്ഞമ്പു രചിച്ചതാണ്. സാമൂഹിക അനാചാരങ്ങളെക്കുറിച്ചിട്ടുള്ളതും അസമത്വത്തെക്കുറിച്ചിട്ടുള്ളതും ഒക്കെയാണ് ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇനി അഫാൻ്റെ മകൾ മുത്തിരിങ്ങോട്ട് ഫവത്രാത്തൻ നമ്പൂതിരിപ്പാട് രചിച്ചതാണ്. നമ്പൂതിരി സമുദായത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ഈ നോവൽ സംസാരിക്കുന്നു. സ്നേഹലത എന്നൊരു നോവലും കൂടി ഇതിനകത്തുണ്ട്. ചന്തുമേനോൻ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ രണ്ടാമത്തെ നോവലാണ് സ്നേഹലത എന്ന് പറയുന്നത്. ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയ ആളാണ്. ഇനി ഇതിൻ്റെ ഒരു ഉപസംഹാരം അല്ലെങ്കിൽ അവലോകനം എന്ന രീതിയിൽ പറയുന്നത്, യൂറോപ്യൻ സാഹിത്യത്തിൽ നിന്ന് കടമെടുത്ത ഒരു രൂപമാണെങ്കിലും മലയാള നോവൽ ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വളർന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് തുടങ്ങി സാമൂഹിക പരിഷ്കരണത്തിലൂടെയും ആധുനികതയിലൂടെയും കടന്നുപോയ മലയാള നോവൽ ഇന്നും പുതിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ യൂണിറ്റ് 1 എന്നുള്ളത്. നോവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3-4 നോവലിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ, അതിൻ്റെ കാലഘട്ടങ്ങളൊക്കെ പഠിച്ചു വെച്ച് എഴുതിയാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് വളരെ വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 2 ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.